മലങ്കര സഭയിലെ ദയറാവാസി അല്ലെങ്കിൽ അവിവാഹിത വൈദികരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ സഭ കണ്ടില്ലെന്ന് നടിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഇടവകകളിൽ സേവനം ചെയ്യുന്ന വൈദികർക്കാണ് സാധാരണയായി സഭയുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾക്ക് അർഹത ലഭിക്കുന്നത്. സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ കൃത്യമായ ശമ്പളമില്ലാതെ വളരെ ചെറിയ അലവൻസ് മാത്രം കൈപ്പറ്റി വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന ഒട്ടേറെ ദയറാവാസികളും അവിവാഹിതരായ വൈദികരുമുണ്ട്. തങ്ങളുടെ പ്രയാസങ്ങൾ പരസ്യമായി പങ്കുവെക്കാതെ ജീവിക്കുന്ന ഇവരുടെ സേവനവും ത്യാഗവും പലപ്പോഴും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാറില്ല. പെൻഷൻ പോലുള്ള അടിസ്ഥാന സുരക്ഷാ ആനുകൂല്യങ്ങൾ പോലും ലഭിക്കാതെ ആശ്രമങ്ങളിൽ ജീവിതം നയിക്കുന്ന പൂർണ്ണ സന്യാസികളും സഭയിൽ ഉണ്ടെന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഇന്ന് വൈദിക സെമിനാറുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വരുന്നവർക്ക് ഇടവക ശുശ്രൂഷകളും വികാരി ചുമതലകളും ലഭിക്കുന്നു. എന്നാൽ ആശ്രമവാസികളായ വൈദികരോടുള്ള സമീപനം പലപ്പോഴും വ്യത്യസ്തമാണെന്ന വിമർശനം ഉയരാറുണ്ട്. ആശ്രമ ജീവിതം സ്വമേധയാ തെരഞ്ഞെടുത്തവരാണ് എന്ന നിലപാടാണ് പലപ്പോഴും ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് കേൾക്കുന്നത്. ഒരു ആശ്രമവാസിക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടായാൽ പലപ്പോഴും സ്വന്തം കുടുംബത്തിന്റെ പിന്തുണ തേടേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി താമസിക്കേണ്ട സാഹചര്യവും ഉണ്ടാകുന്നു. അത്തരം തീരുമാനങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങളും ആരോഗ്യാവസ്ഥയും കണക്കിലെടുത്താണ് തീരുമാനിക്കുന്നത്. അതിനാൽ ഒരു സന്യാസി സ്വന്തം ഭവനത്തിൽ താമസിക്കുന്നതിനെ വിമർശിക്കുന്നതിന് മുൻപ് അതിനു പിന്നിലുള്ള സാഹചര്യങ്ങളും കാരണങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ആരോഗ്യവും കരുത്തുമുള്ള കാലത്ത് ആശ്രമത്തിനും സഭയ്ക്കുമായി ആത്മാർത്ഥമായി സേവനം ചെയ്യുകയും വാർദ്ധക്യത്തിലോ രോഗാവസ്ഥയിലോ മതിയായി പിന്തുണ ലഭിക്കാതെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങേണ്ടി വരികയും ചെയ്യുന്നത് ഗൗരവമായി ചിന്തിക്കപ്പെടേണ്ട വിഷയമാണ്. ഇന്ന് സഭയിലെ ഭൂരിഭാഗം മെത്രാപ്പൊലീത്തമാരും ആശ്രമ പശ്ചാത്തലത്തിൽ നിന്നല്ലാതെ അവിവാഹിത വൈദികരായി ശുശ്രൂഷ ആരംഭിച്ച് മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർന്നവരാണ്. അതിനാൽ ആശ്രമ ജീവിതം നയിക്കുന്നവരുടെ പ്രത്യേക വെല്ലുവിളികളും പ്രതിസന്ധികളും പൂർണ്ണമായി മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധിക്കില്ലെന്നുള്ള അഭിപ്രായവും സഭയ്ക്കുള്ളിൽ ഉയരാറുണ്ട്. നേരിട്ട് ഇടവക ശുശ്രൂഷ ചെയ്യാത്ത ദയറാവാസികളായ സന്യാസികളും അവിവാഹിതരായ വൈദികരും സഭയുടെ വിവിധ ആനുകൂല്യങ്ങളിൽ നിന്ന് പലപ്പോഴും പുറത്താകുന്നുവെന്ന പരാതിയും വർഷങ്ങളായി ഉയരുന്നുണ്ട്. ചില ഭദ്രാസനങ്ങളിൽ ഇത്തരം വൈദികരെ താൽക്കാലികമായി ഇടവക ശുശ്രൂഷകൾക്കായി നിയോഗിക്കുന്ന രീതിയും നിലവിലുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഇടവകകളിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ ശമ്പളവും ആനുകൂല്യങ്ങളും ബന്ധപ്പെട്ട സംവിധാനങ്ങളിലേക്ക് പോകുകയും ശുശ്രൂഷ നിർവഹിക്കുന്ന വൈദികർക്ക് വളരെ പരിമിതമായ അലവൻസ് മാത്രമേ ലഭിക്കാറുള്ളൂവെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. സഭയ്ക്ക് വേണ്ടി പൂർണ്ണ സമയ സേവനം ചെയ്യുന്ന വൈദികർക്ക് അവരുടെ സേവനത്തിന് അനുസൃതമായ സാമ്പത്തിക സുരക്ഷയും സാമൂഹിക സംരക്ഷണവും ലഭിക്കേണ്ടതുണ്ടെന്ന അഭിപ്രായം വിശ്വാസികളുടെ ഇടയിലും ശക്തമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പല ഭദ്രാസനങ്ങളിലെയും വൈദികരെ സഹായിക്കുന്നതിനായി വിശ്വാസി സമൂഹം ഉദാരമായി മുന്നോട്ട് വരാറുണ്ട്. വൈദികരുടെയും ഇടവകകളുടെയും ക്ഷേമത്തിനായി വിശ്വാസികൾ നൽകുന്ന സഹായങ്ങൾ യഥാർത്ഥത്തിൽ അർഹതയുള്ളവരിലേക്കും ആവശ്യക്കാരിലേക്കും എത്രമാത്രം ഫലപ്രദമായി എത്തിച്ചേരുന്നു എന്നത് ഇടയ്ക്കിടെ ഉയരുന്ന ചോദ്യമാണ്. ഇത് സഭയ്ക്കുള്ളിൽ പലവട്ടം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയവുമാണ്. ദയറാവാസികളുടെയും സന്യാസികളുടെയും അവിവാഹിതരായ വൈദികരുടെയും ജീവിത സുരക്ഷ, ആരോഗ്യ പരിരക്ഷ, പെൻഷൻ, അടിസ്ഥാന സാമ്പത്തിക പിന്തുണ എന്നിവയെക്കുറിച്ച് കൂടുതൽ ഗൗരവമായ ചർച്ചകളും പ്രായോഗിക നടപടികളും അനിവാര്യമാണ്.